സത്യപൂർവം ഭാഗം 79. അതെന്താ അങ്ങനെ? ഇവര് രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നാണല്ലോ അന്ന് കല്യാണ ദിവസം ഞാൻ അറിഞ്ഞത്. എന്റെ അമ്മയും ഇവന്റെ അമ്മയും അച്ഛനും അങ്ങനെയാണല്ലോ പറഞ്ഞത്. സന്ദീപ് ചോദിച്ചു. അത് ശരിയാ, സ്നേഹിച്ച കല്യാണം കഴിച്ചത്. ഞാൻ സ്നേഹിച്ചു, പക്ഷെ കല്യാണം കഴിച്ചത് ഇവനാണ്. വീണ്ടും ഹരിയുടെ ശബ്ദം. അതെങ്ങനെയാ ഹരി ശരിയാവുന്നത്? ഞാനല്ലേ അവളെ സ്നേഹിച്ചത്. ഞാൻ ആരാണ് എന്നറിഞ്ഞാൽ അവളുടെ വീട്ടുകാർ എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരില്ല എന്ന് അറിയാവുന്നത് കൊണ്ടും ഞാൻ ആരാണെന്നറിഞ്ഞാൽ അവൾ എന്നെ സ്നേഹിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടുമല്ലേ ഞാൻ നിന്നോട് അവളുടെ മുന്നിൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത്. അത് കേട്ടതും അത് പറഞ്ഞിരിക്കുന്ന ഈശ്വരാണ് എന്ന് മാധവന് മനസ്സിലായി. അതെന്താ നമ്മുടെ ഫാമിലിയും ആ കുട്ടിയുടെ ഫാമിലിയും തമ്മിലുള്ള പ്രശ്നം? സന്ദീപ് ചോദിച്ചു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നമാണ്. അവരുടെ തറവാട്ടിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു നിധി ഇരിക്കുന്നുണ്ട്. നമ്മുടെ കാരണവന്മാരായിട്ട് നഷ്ടപ്പെടുത്തിയതാണത്. പക്ഷേ ഇപ്പോൾ അതിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥ വീട്ടിലാണ്. അത് തിരിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ തറവാട്ടിൽ വന്നിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറൂ. ഇവിടത്തെ സിത്താര അടക്കം നമ്മുടെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കുന്ന പ്രശ്നം, വാശി, ദേഷ്യം, അതിലൂടെ അവർ വരുത്തിവെക്കുന്ന പ്രശ്നങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, ഇതെല്ലാം മാറണമെങ്കിൽ ഇന്ദ്രപ്രസ്ഥ വീട്ടിൽ നിന്നും ആ നിധി നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിലേക്ക് വരണമായിരുന്നു. എന്നാൽ അത് മാന്യമായിട്ട് കാരണവന്മാർ ചോദിച്ചു. പക്ഷേ അവർ അത് തരാൻ തയ്യാറായില്ല. അത് ആ വീട്ടിലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ അത് കൈമാറി കൈമാറി എന്റെ ഭാര്യ എന്ന് പറയുന്ന ദേവികയുടെ മുത്തശ്ശിയുടെ കയ്യിൽ വന്നു പെട്ടു. പിന്നെ അത് കൈമാറാൻ അവരുടെ തലമുറയിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയത് അപ്പോഴും അവളുടെ മുത്തശ്ശിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പിന്നെയാണ് ഇന്ദ്രപ്രസ്ഥ വീട്ടില് ദേവിക ജനിക്കുന്നത്. പിന്നെ അതിന്റെ അവകാശി ദേവികയായി മാറി. അത് കിട്ടണമെങ്കിൽ ദേവികയെ ഞാൻ വിവാഹം കഴിക്കണമായിരുന്നു. പക്ഷേ ഞാൻ ആ തറവാട്ടിലെ ആണ് എന്നറിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഹരിയെ ഇടനില നിർത്തിയത്. ഹരിയും അവളുമായിട്ട് ദിവ്യ പ്രണയമായിരുന്നു എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ ഇവൻ ഞാൻ പറയുന്നത് കേട്ട് മാത്രം അവളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്ന ഒരു പാവ മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് വിവാഹാലോചനകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ആ വീട്ടുകാർ കടക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഹരി മുഖേന ആ മാല ദേവിയെ ചാർത്തുന്ന കാര്യം അറിഞ്ഞത്. ആ മാല, അതാണ് നിധി. ആ നിധി അവളുടെ പ്രണയമായ ഹരിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോഴേക്കും ദേവിക എന്ന പെണ്ണും ആ നിധി പോലെ തന്നെ എന്റെ മനസ്സിലേക്ക് കയറിയിരുന്നു. നേരായ വഴിയിൽ അവളെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് ഞാനും ഒന്ന് വളഞ്ഞ് പ്രവർത്തിച്ചു. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ, അതുപോലെ അവളെ ഞാൻ ഒന്ന് വെടക്കാക്കി. പക്ഷേ അവിടെ എന്റെ പ്ലാനുകളെല്ലാം തെറ്റിച്ചത് ഒരേ ഒരാളായിരുന്നു. അവളെ എന്റെ കയ്യിൽ കിട്ടും. എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച ആ നിധിയും ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ ദേവികയും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് അവൾ ഒരാൾ കാരണമാണ്. അതുകൊണ്ട് ഒരിക്കലും അവളെ ഞാൻ വെറുതെ വിടില്ല. അവളെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ കിട്ടും. മദ്യപിച്ച് കുഴഞ്ഞിരിക്കുമ്പോഴും അവൻ വാശിയോടെ പറയുന്നത് കേട്ടു. അത് ശരിയാണ് കേട്ടോ. ഈ ദേവികയെക്കാളും സുന്ദരിയായിരുന്നു ഇവൻ ഈ പറയുന്ന ആ പെൺകുട്ടി. ലക്ഷ്മി ദേവിയെ പോലെ തന്നെ ഒരു പെണ്ണ്, പേര് പോലെ തന്നെ മഹാലക്ഷ്മി. ഹരി പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നിലിരിക്കുന്ന മദ്യത്തിന്റെ ഗ്ലാസ് എടുത്ത് കുടിച്ചു. ഇതെല്ലാം കേട്ട് മാധവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ ആ പെൺകുച്ചിനോട് ദേഷ്യം കാണിക്കുന്നത്? സന്ദീപ് ചോദിച്ചു. പിന്നെ ദേഷ്യം കാണിക്കാതെ? ഒറ്റ രാത്രി കൊണ്ട് അവൾ നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ഞാൻ ആഗ്രഹിച്ച ആ നിധി അത് തിരിച്ച് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്നെ ചെന്നു. ഞങ്ങൾ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് പക്ഷെ വിവാഹം കഴിഞ്ഞതോടു കൂടിയാണ് എന്ന് മാത്രം. അതോടുകൂടി അവർ അവളെ വിളിച്ചു കൊണ്ടുപോകാൻ നോക്കി. അവള് പോയില്ല. അവളിനി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ഒരു കണക്കിന് അതെനിക്ക് നഷ്ടമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു കണക്കിന് അതൊരു ലാഭവും ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവൾ വിചാരിച്ചാൽ മാത്രമേ എനിക്കത് കുടുംബക്ഷേത്രത്തിൽ എത്തിക്കാൻ പറ്റൂ. അതിന് അവളോടൊന്ന് അടുക്കാന്ന് വെച്ചാ ആ പെണ്ണ് സമ്മതിക്കില്ല. അതോടുകൂടി വീണ്ടും എനിക്ക് ദേഷ്യമായി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവളെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ, അവളെ ഞാൻ വിചാരിക്കുന്നിടത്ത് നിർത്തണമെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവളുടെ കൂട്ടുകാരിയാണ്, ലക്ഷ്മി. എനിക്ക് അവളോട് തീരാത്ത ഒരു പകയുണ്ട്. നിനക്കറിയോ, എൻ്റെ ശരീരത്തില്
അവൾ ഏൽപ്പിച്ച മുറിവ്, നാട്ടുകാരുടെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ വൃത്തികെട്ടവനാക്കിയ ആ ഒരു ദിവസം, അത് ഞാൻ മറക്കില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അവളെ മുൻനിർത്തി എനിക്ക് ദേവുവിനെ കൊണ്ട് അത് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തിക്കണം. അവൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണെന്നും തോന്നുന്നു അവൾ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അറുത്തു മുറിച്ച് കളഞ്ഞതും അങ്ങോട്ട് പോകാതെ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നതും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അവളെ തിരിച്ച് അവളുടെ വീട്ടിലെത്തിക്കണമെങ്കിൽ അതിനെനിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന പെണ്ണിനെ വേണം. അന്വേഷിക്കുന്നുണ്ട് അവളെ. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അവളെ. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് അവളുടെ പുറകെ തന്നെ ഞാനും എൻ്റെ ആളുകളും ഉണ്ട്. അവളുടെ ഫോൺ കോളുകൾ പോലും ഞാൻ നോക്കുന്നുണ്ട്. അവളെ കിട്ടിക്കഴിഞ്ഞ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, ഈശ്വർ പറഞ്ഞു. അത് ശരിയാ, എനിക്കിഷ്ടം ആ ലക്ഷ്മിയായിരുന്നു. ഇവന്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ആ ദേവുവിനെ കയറി പ്രണയിക്കുന്നത് പോലെ കാണിച്ചത്. അല്ലെങ്കിൽ ആ ലക്ഷ്മിയല്ലേ നോക്കുമായിരുന്നുള്ളൂ. ഹരിയുടെ ശബ്ദം കേട്ടു. ഇവന്മാരെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ എഴുന്നേറ്റതും നവീൻ അവന്റെ കയ്യിൽ പിടിച്ചു. മിണ്ടാതിരിക്ക്, അവന്മാര് പറയുന്നത് മുഴുവനും കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കാനാണോ ദേവികയെ നീ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? സന്ദീപ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ ലക്ഷ്മിയെ കിട്ടിയാലും അവളെ ഞാൻ തിരിച്ചു വിടില്ല. എന്റെ സ്വപ്നമായിരുന്നു ദേവിക. മനസ്സിൽ തോന്നിയ ഒരു പ്രണയമായിരുന്നു അവൾക്ക്. പക്ഷേ എന്നോട് പുച്ഛമായിരുന്നു. എന്റെ തറവാട്ടുകാരോടുള്ള പക, അത് കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനെന്തിനാണ് അവൾ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? ഒരു കണക്കിന് നോക്കിയ അവളെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ഈ പ്രശ്നം തീരുമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ, എവിടെ പോയാലും ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി, അതെപ്പോഴും കൂടെയുണ്ടാകും. പിന്നെ അത് മാത്രമല്ല, അവളുടെ വീട്ടുകാരുടെ കണ്ണും അവൾക്ക് ചുറ്റും തന്നെയായിരുന്നു. അവരുടെ സ്കൂള്, അവരുടെ കോളേജ്, അവരുടെ ഷോപ്പിംഗ് സ്ഥലങ്ങള്, ആ സ്ഥലങ്ങളിൽ മാത്രമേ അവളെയും ആ ലക്ഷ്മിയെയും വിടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അവളോടൊന്ന് കണ്ടു സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ അവളെ എൻ്റെ വരുതിയിലാക്കിയേനെ, ഈശ്വർ പറഞ്ഞു. അപ്പോ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ നിങ്ങൾ നടക്കുകയാണോ? സന്ദീപ് ചോദിച്ചു. അവളെ കിട്ടിയാലല്ലേ അവളുടെ പ്രിയ കൂട്ടുകാരിയിൽ നിന്നും പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാനും സാധിക്കാനും പറ്റൂ. അവളെ പലയിടത്തും അന്വേഷിക്കുന്നുണ്ട്. അവളുടെ അമ്മയെയും അച്ഛനെയും ഒരുപാട് ഉപദ്രവിച്ചു നോക്കി. അങ്ങനെയാണ് അമ്മ മരിച്ചത്. പക്ഷേ അച്ഛൻ, അയാളെ വെച്ച് അവൾക്കെതിരെ ഒരു കരുനീക്കം ഞാൻ നടത്തി. പക്ഷെ നടന്നില്ല. പിന്നെ അവൾ ചെന്ന് നിന്ന ചെറിയമ്മയുടെ മകനെയും മരുമകളെയും വെച്ച് ഞാനൊരു കളി നോക്കി. അതും ചീറ്റിപ്പോയി. അവൾക്കൊരു ജോലി കിട്ടി എന്നറിഞ്ഞു. അതും ഗവൺമെന്റ് ജോലിയാണ്. പക്ഷെ അത് ഏത് സ്കൂളിലാണെന്ന് അറിയില്ല. അവിടെയുള്ള അവളുടെ ചെറിയമ്മയുടെ മകനെയും മരുമകളെയും ഞാൻ എൻ്റെ വരുതിയിൽ നിർത്തിയിട്ടുണ്ട്. എവിടെയാണ് അവളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവരെന്നെ അറിയിക്കും, ഈശ്വർ പറഞ്ഞു. എന്തിനാണ് നീ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത്? അത് കഴിഞ്ഞില്ലേ? നിനക്ക് ദേവികയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, നീ വിവാഹം കഴിച്ചു. ഇനി ഇനി എന്തിനാ മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ പോകുന്നത്? പിന്നെ തലമുറകളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ അന്ധവിശ്വാസങ്ങൾ, അതിൻ്റെ പുറകെ നീയും പോവുകയാണോ? നീ ഈ തലമുറയിലെ ആളല്ലേ? എന്നിട്ടും കഷ്ടം തോന്നുന്നു ഈശ്വർ നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ, സന്ദീപ് പറഞ്ഞു. ഒരു കഷ്ടവുമില്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഈ വീട്ടിൽ എന്തെങ്കിലും സ്വസ്ഥതയും സമാധാനവും നിനക്ക് കിട്ടുന്നുണ്ടോ? ഈ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അതിന് ആദ്യം വേണ്ടത് കുടുംബക്ഷേത്രത്തിലെ ആ നിധി തിരിച്ച് ദേവീ നടയിൽ സമർപ്പിക്കുക എന്നതാണ്. അത് കഴിഞ്ഞിട്ടേയുള്ളൂ ബാക്കി എന്തും. അതിനുശേഷം നീ പറഞ്ഞതുപോലെ അവളോട് ഞാൻ സംസാരിക്കാം. ആദ്യം അവൾ അവളുടെ വീട്ടിലേക്ക് ചെല്ലട്ടെ. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ആ നിധി അത് അവൾ എത്തിച്ചു തരട്ടെ. അതല്ലേ നല്ലത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്യ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നീ കാരണം ജീവിതം നശിച്ചതാണ് ആ പെൺകുട്ടിയുടെ. അതുകൊണ്ട് ഇനിയും നീ അതിനെ ടോർച്ചർ ചെയ്താൽ, അതിനെ ബുദ്ധിമുട്ടിച്ചാൽ അത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും കൂടാനേ അത് ഉപകരിക്കൂ. അതുകൊണ്ട് ആ കുട്ടിയെ അതിൻ്റെ ഇഷ്ടത്തിന് വിട്. അപ്പോൾ തന്നെ അതിന് നിന്നോട് ഒരു ഇഷ്ടം തോന്നും. എന്നിട്ട് നീ കാര്യങ്ങൾ സംസാരിച്ച് നോക്ക്. അപ്പോൾ ആ പെൺകുട്ടി തന്നെ നിന്റെ ആവശ്യം സന്തോഷത്തോടു കൂടി നടത്തി തരും.
സന്ദീപ് അത് പറഞ്ഞു കഴിഞ്ഞതും ഈശ്വർ കുറച്ചുനേരം അവിടെ ഇരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. അവൻ പോയി കഴിഞ്ഞതും ഹരി അവനോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ സന്ദീപ്, നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. ഒരിക്കലും ദേവിക ആ ഈശ്വരനെ സ്നേഹിക്കില്ല. അത്രമാത്രം അവൻ അവളെ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ അവൻ നേരത്തെ പറഞ്ഞത് ഒരു കണക്കിൽ സത്യമാണ്. അവൾ മനഃപൂർവ്വം അവളുടെ വീട്ടിലേക്ക് പോകാത്തതാണ്. ഞാൻ പോലും അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കില്ല. എനിക്ക് പേടിയാണ്. അവൾ എന്താ ചെയ്യാൻ പോവാന്ന് പറയാൻ പറ്റില്ല. അന്ന് ആ ലക്ഷ്മിയുടെ ഭാവങ്ങളൊന്ന് കാണണമായിരുന്നു. പേടിച്ചാ ഞാൻ ഓടിയത്. പക്ഷേ അവളത് വെച്ച് എറിയുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എത്ര നാളാണെന്നറിയോ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നത്. എനിക്ക് ദേവികയോട് ഒരു പകയുമില്ല. കാരണം പക തോന്നാൻ വേണ്ടി ഒന്നും അവൾ എന്നോട് ചെയ്തിട്ടില്ല. അവളെന്നെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എനിക്കുമുള്ള ദേഷ്യം മുഴുവനും ആ ലക്ഷ്മിയോടാണ്. എന്നെ എറിഞ്ഞു വീഴ്ത്തിയ അവളെ അങ്ങ് വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഈശ്വർ അതിന് തയ്യാറായാലും ഞാൻ തയ്യാറാവില്ല, ഹരി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഇനിയും വാങ്ങിക്കൂട്ടാൻ തയ്യാറായിക്കോ, സന്ദീപ് പറഞ്ഞതും ഹരി സന്ദീപിന്റെ മുഖത്തേക്ക് നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്തായാലും ആ പെൺകുട്ടിയെ പറ്റി നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നല്ല ഉശിരുള്ള പെൺകുട്ടിയാണെന്ന്. അപ്പോ അവൾ വെറുതെ നിന്ന് തരില്ലല്ലോ. എന്തായാലും അവൾ പ്രതികരിക്കും. അന്ന് നിന്നെ എറിഞ്ഞാണ് വീഴ്ത്തിയെങ്കിൽ ഇനി അവൾ ചിലപ്പോൾ നിന്റെ ഈ തലയായിരിക്കും അറുത്തെടുക്കാൻ പോകുന്നത്, സന്ദീപ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതെല്ലാം കേട്ടുനിന്ന മാധവ്, ഉദയൻ, നവീൻ എല്ലാവർക്കും വല്ലാത്ത ദേഷ്യം തോന്നി. അപ്പോ അവരുടെ പ്രതികാരം മുഴുവനും ലക്ഷ്മിയോടാണ്, അല്ലാതെ ദേവികയോടല്ല. ദേവികയോട് അവനൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഉപദ്രവിക്കാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ ലക്ഷ്മിയെ കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. അതിന് ചിലപ്പോൾ ദേവികയെ കരുവാക്കാനും വഴിയുണ്ട്, മാധവ് പറഞ്ഞു. എന്തായാലും വെള്ളിയാഴ്ച കാണാമെന്നല്ലേ പറഞ്ഞത്? നമുക്കെല്ലാവർക്കും കൂടി പോയി കാണാം, എന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. ഇന്ന് ലക്ഷ്മി എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾക്ക് ദേവികയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാനും ആലോചിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. അത് ദേവികയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത് ലക്ഷ്മിയെ രക്ഷിക്കാനും കൂടി ഉപകരിക്കുമെന്ന്, മാധവ് പറഞ്ഞു. അത് ശരിയാണ്. ലക്ഷ്മിയുടെ ഏറ്റവും വലിയ സങ്കടമാണ്, അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, ആ പെൺകുട്ടിയെ രക്ഷിച്ച ഒരു പുണ്യവും സംതൃപ്തിയും നമുക്കുണ്ടാവുകയും ചെയ്യും, ഉദയൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, ഈ പറയുന്ന വെള്ളിയാഴ്ചയല്ലേ ഈ ശരത്ത് വരുന്നത്, നവീൻ പറഞ്ഞതും. ഓ, അത് ശരിയാണല്ലോ. മാധവ്, നീ അത് മറന്നോ? മറന്നിട്ടില്ല. ശരത്ത് എന്നോട് രാവിലെ എത്തുന്ന പറഞ്ഞത്. നമുക്കെല്ലാവർക്കും കൂടി വെളുപ്പിന് അങ്ങോട്ട് തിരിക്കാം. എയർപോർട്ടിൽ ചെന്ന് അവനെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ദേവികയുടെ അടുത്തേക്ക് പോകാം, മാധവ് പറഞ്ഞു. ഇനിയിപ്പോൾ അതേ നടക്കൂ. രണ്ടും മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചങ്ങ് തന്നെ പോവാം അല്ലേ, ഉദയനും പറഞ്ഞു. ഞാൻ റെഡിയാണ്, നവീൻ പറഞ്ഞു. ഈ ഞായറാഴ്ചയല്ലേ എല്ലാവരും കൂടി നിന്റെ വീട്ടിലേക്ക് വരുന്നത്, നിന്റെ വീട്ടുകാരെല്ലാവരും? അതെ, അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും എല്ലാം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ അവർക്കൊക്കെ ഇഷാനിയെ കാണണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിന്റെ പെങ്ങളായതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ആ മൂശാട്ട അടുത്ത ദിവസം തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. അത് ശരിയാ, അവൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവളോട് ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ വേണമെങ്കിൽ കൊണ്ടുവന്ന് ആക്കിത്തരാന്ന്. സമ്മതിക്കുന്നില്ല രാക്ഷസി. എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് സെറ്റാക്കി താടേ, നവീൻ പറഞ്ഞതും. ഞാൻ നോക്കട്ടെ, ഉദയൻ പറഞ്ഞു. എന്നാൽ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു മാധവ്. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഇപ്പോൾ സന്ദീപുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എന്തായാലും ലക്ഷ്മി അറിയണ്ട. ഇപ്പോൾ തന്നെ നല്ല ടെൻഷനിലാണ്. ദേവുവിൻ്റെ കാര്യം ഓർത്ത് ആൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ ഇക്കാര്യം തൽക്കാലം അറിയണ്ട. നമുക്കെന്തായാലും വെള്ളിയാഴ്ച തീരുമാനം എടുക്കാം, അതുപോരെ? അത് മതി. പിന്നെ നമ്മുടെ ശരത്തിന് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഹോസ്പിറ്റല് അവൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയോ? ഉദയൻ ചോദിച്ചു. അതെ, പാലക്കാടുള്ള ഏതോ ഹോസ്പിറ്റലാണ് അവൻ റെഡിയാക്കിയിരിക്കുന്നത്. അവൻ എന്തായാലും എറണാകുളത്തേക്ക് പോകില്ല എന്നുള്ളത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ മനസ്സിലായല്ലോ. അത് ശരിയാ. അതെ,
നിങ്ങൾ വരുന്നില്ലേ എന്ന് അവിടെ നിന്നും സാന്ദ്ര ചോദിച്ചതും ആ വരുവാടി. അല്ല, നീ അകത്തേക്ക് കയറുന്നില്ലേ? ഇല്ല, ഞാൻ പോവാണ്. ഇപ്പൊ തന്നെ വന്നിട്ട് കുറേ സമയമായി. അമ്മയുടെ മിസ് കോള് കണ്ടോ എന്ന് പറഞ്ഞ് നവീൻ ഫോൺ പൊക്കി കാണിച്ചു. അപ്പൊ നീ അവളെ കാണുന്നില്ലേ? ഇല്ല, ചെറുതായിട്ട് ഒന്ന് പിണങ്ങിയിരിക്കുകയായിരുന്നു. പിണക്കം മാറ്റാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ എന്തായാലും മാറ്റാൻ നിൽക്കുന്നില്ല. ഉദയ, മറക്കല്ലേ, നീ ഒന്ന് പറഞ്ഞ് അത് തിങ്കളാഴ്ചത്തേക്കൊന്ന് മാറ്റിത്തരണേ. ആ, ആലോചിക്കാം, നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എല്ലാവരും പോയതും മാധവ് റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്നപ്പോഴേ കണ്ടു അവിടെ ആലോചനയോടെ ജനലോരം നിൽക്കുന്ന ലക്ഷ്മിയെ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? അവൻ ചോദിച്ചു. ഏ, ഒന്നുമില്ല. ഇന്നൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് മാധവേട്ട. അവളൊന്ന് വിളിച്ചാലോ? അവിടെ അയാളില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ലക്ഷ്മി പറഞ്ഞതും വേണ്ട ലക്ഷ്മി, അത് അവളുടെ ജീവന് തന്നെ ചിലപ്പോൾ ആപത്താവും. മറ്റൊന്നുമല്ല, ആ ഈശ്വർ അവളുടെ ഫോണൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും, മാധവ് പറഞ്ഞു. ശരിയാ, എന്തായാലും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം അല്ലേ? അതെ, ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ് പോകില്ലേ? പിന്നെ വെള്ളിയാഴ്ച വരെ വേണമെങ്കിൽ ഞാൻ കൂട്ടിയിരിക്കാം. അപ്പോൾ എൻ്റെ കൊച്ചിന് ബോറടിക്കില്ലല്ലോ. അപ്പോൾ മാധവിയുടെ മെസ്സി പോകുന്നില്ലേ? എനിക്ക് സ്കൂളിൽ പോകണ്ടേ? പോണോ? പിന്നെ വേണ്ടേ? ആ, ആലോചിക്കാം. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നമുക്ക് സ്കൂളിലും ബസ്സിലൊക്കെ പോകാം. എന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു അവധി എടുക്കാം. എന്തായാലും ശരത്തൊക്കെ വരുന്നതല്ലേ, നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാം 2 ദിവസം. അപ്പോൾ എന്തായാലും ലീവ് ചോദിക്കാം. അതുകൊണ്ട് വേണമെങ്കിൽ നാളെ പോകുന്ന കാര്യം പരിഗണിക്കാം. പക്ഷേ എൻ്റെ ലക്ഷ്മി കൊച്ച് ഇപ്പോൾ എന്നെ പരിഗണിക്കണം, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ ചെല്ലുന്നതനുസരിച്ച് അവൾ നീങ്ങി ഭിത്തിയിൽ ചേർന്ന് നിന്നു. ഇപ്പോഴും പേടിയുണ്ടോ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ കൈകൾ കൊണ്ട് അവളുടെ മുഖം മറിച്ചു. അവൻ ആ കൈ പിടിച്ചു മാറ്റി. കണ്ണുകൾ മുറുക്കിയടച്ച് അവൾ നിൽക്കുന്നത് കണ്ടതും ഒരു കുസൃതി തോന്നിയ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.